ഹരേ കൃഷ്ണ. നാട്യപ്രധാനം നഗരം ദരിദ്രം, നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം എന്ന കവിതാശകലം പ്രസിദ്ധമാണല്ലോ. ഈ കവിതാശകലം അന്വർത്ഥമാക്കുന്നത് പോലെ നമ്മുടെ ഗ്രാമങ്ങൾക്ക് വിശിഷ്ടമായ ഒരു സംസ്കൃതിയുണ്ട്. നഗരത്തിന്റെ നാട്യങ്ങളും നഗരത്തിന്റെ മാലിന്യങ്ങളും ഏശാത്ത ആ ഗ്രാമീണ സംസ്കൃതി സമകാലിക സാമൂഹ്യ സാഹചര്യത്തിൽ നമുക്ക് കൈവിട്ടു പോകുന്നുണ്ടോ എന്ന ഒരാശങ്കയും നമ്മുടെ മുന്നിലുണ്ട്. ആ ആശങ്കയെ ദൂരെ അകറ്റി ആ ഗ്രാമീണ സംസ്കൃതിയുടെ മൂല്യങ്ങളെ തിരികെ പിടിക്കുക. ഗ്രാമം തണലൊരുക്കട്ടെ, ബാല്യം സഫലമാകട്ടെ എന്ന സന്ദേശം ഈ വർഷത്തെ ശ്രീകൃഷ്ണ ജയന്തി നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ ബാലികാ ബാലന്മാരെ ആ ഗ്രാമീണ സംസ്കൃതിയുടെ ഉദാത്തമായ മൂല്യങ്ങളിലൂടെ നയിക്കുക എന്ന ഗൗരവതരമായ ബാധ്യതയാണ്, ഉത്തരവാദിത്വമാണ് സമൂഹം ഏറ്റെടുക്കേണ്ടതായിട്ടുള്ളത്. ശ്രീകൃഷ്ണ ഭഗവാന്റെ ബാല്യം പുരാണ കഥകളിലൂടെ നാം പരിചയിച്ചിട്ടുള്ളതാണ്. വസുദേവസുതനും കംസൻ എന്ന രാജാവിന്റെ സഹോദരീ പുത്രനുമായ ശ്രീകൃഷ്ണൻ ഭഗവാൻ അമ്പാടിയിലാണ് വളർന്നത്. ഗ്രാമീണതയുടെ സമൃദ്ധിയിലാണ്, ഗ്രാമീണതയുടെ മടിത്തട്ടിലാണ് ഭഗവാൻ തന്റെ ബാല്യം കടന്നു പോന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കംസനെ പോലെയുള്ള ഒരു ദുർഭരണാധികാരിയായിട്ടല്ല, ധർമ്മ സംസ്ഥാപനത്തിനായി നിലകൊള്ളുന്ന ഒരു വിശിഷ്ടമായ സന്ദേശം സമൂഹത്തിന് നൽകുന്ന മൂല്യവത്തായ ജീവിതമായിട്ടാണ് ഭഗവാന്റെ ജീവിതഗാഥ നമുക്ക് മുന്നിൽ അനാവരണം ചെയ്യപ്പെടുന്നത്. ആ ഗ്രാമീണ സംസ്കൃതിയുടെ മൂല്യങ്ങളെ തിരിച്ചു പിടിക്കാനും ആ ഗ്രാമീണ സംസ്കൃതിയുടെ മൂല്യങ്ങൾ കൈമോശം വരാതെ ജാഗരൂകരായി നിലകൊള്ളുവാനും ആ വിശിഷ്ടമായ മൂല്യങ്ങളുടെ പന്ഥാവിലൂടെ ബാല്യത്തെ നയിക്കുവാനും സാധിക്കുന്ന ഒരു സമൂഹം സംരചിക്കപ്പെടാൻ ശ്രീകൃഷ്ണ ജയന്തിയുടെ സന്ദേശം ഉൾക്കൊള്ളാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ. ഹരേ കൃഷ്ണ.